Good morning. Good morning. Let's start today's session. That is three-phase AC systems. So we are talking about three-phase AC systems. So we know what is R, Y, B and all. Very important topic. Till now we have studied single-phase AC system. So this is so interesting. Let's move on to റിവ്യൂ ഓഫ് സിംഗിൾ ഫേസ് എ സി സിസ്റ്റംസ്. അതായത് നമ്മൾ സിംഗിൾ ഫേസ് എ സി സിസ്റ്റംസ് പഠിച്ചപ്പോൾ വി ഹാവ് സീൻ ദാറ്റ് എവറിത്തിങ് ഈസ് ബേസ്ഡ് ഓൺ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. സോ നോർത്ത് ആൻഡ് സൗത്ത് പോളിൽ നമ്മളൊരു കോയിൽ വെക്കുന്നു. ആ കോയിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു, റൊട്ടേറ്റഡ് ഫോർ എ 360 ഡിഗ്രി. സോ വാട്ട് വി ആർ ഗെറ്റിംഗ് എ ബ്യൂട്ടിഫുൾ സൈൻ വേവ് ലൈക്ക് ദിസ് അല്ലേ. അതായത് ഒരു വോൾട്ടേജ് നമുക്ക് അവിടെ ഒരു വോൾട്ട്മീറ്റർ വെക്കുവാണെങ്കിൽ ഇത് മെഷർ ചെയ്തെടുക്കും, റൈറ്റ്. സോ ഒരൊറ്റ സൈനസോഡൽ വേവ് ഫോം ആണ് നമുക്ക് നിലവിൽ കിട്ടുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് വി എം ആണെന്നിരിക്കും, റൈറ്റ്. സോ ദിസ് ഈസ് സിംഗിൾ ഫേസ്. പക്ഷേ ഇപ്പം ഞാനൊരു സിംഗിൾ ഫേസ് എ സി സിസ്റ്റം ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള കോയിൽ ഞാനിപ്പോൾ ഒരൊറ്റ കണ്ടക്ടറാണ് ഇതുപോലെ ഇമാജിൻ ചെയ്യുക. ഇനി അതിന് എക്സാക്ട്ലി 90 ഡിഗ്രി ആയിട്ട് ഞാനൊരു അടുത്തൊരു കോയിൽ പ്ലേസ് ചെയ്തു, right? So I have placed another coil like this, exactly 90 degree. ഇനി രണ്ട് കോയിലും കൂടെ ഞാൻ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ, ഇഫ് ഐ റൊട്ടേറ്റ് ദ കോയിൽ ടുഗെദർ, വാട്ട് വിൽ ബി ദ കോൺസിക്വൻസ്? നമുക്ക് രണ്ട് വേവ് ഫോം ആണ് എഫക്റ്റീവ്ലി കിട്ടുന്നത്. സോ ഐ വിൽ ഗെറ്റ് എ വേവ് ഫോം ഓവർ ഹിയർ. ഞാനിപ്പോൾ എൻ്റെ റെഡ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ see over here this is lagging by 90 degree. So my blue waveform will be lagging by an angle 90 degree, right? This will be my blue waveform. അപ്പോൾ ഇത് രണ്ടിൻ്റെയും പോയിന്റിൽ നമ്മളൊരു വോൾട്ട്മീറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വേവ് ഫോം കിട്ടും. സോ if we connect one more coil അറ്റ് അനദർ ആംഗിൾ നമുക്ക് 3 വേവ് ഫോം കിട്ടും. സോ നമുക്ക് 3 ഫേസ്, 1 ഫേസിന് പകരം 2 ഫേസ്, 3 ഫേസ്, 4 ഫേസ്, അങ്ങനെ പോളിഫേസ് വി ക്യാൻ ജനറേറ്റ് പോളിഫേസ് ഔട്ട്പുട്ട്സ്, റൈറ്റ്. പോളിഫേസ് വോൾട്ടേജസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിൽ ഏറ്റവും കംഫർട്ടബിൾ, ഏറ്റവും ബെനിഫിഷ്യൽ, ഒപ്റ്റിമം പ്രൊഡക്ഷൻ 3 ഫേസ് സിസ്റ്റമാണ് നല്ലത്. സോ വിൽ സീ ഹൗ ആൻഡ് വൈ ഇറ്റ് ഇസ് സോ. So see the advantages of three-phase systems. നമുക്ക് മെമ്മറൈസ് ചെയ്യാനായിട്ടുള്ളൊരു ഇത് ഓർക്കുവാണെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്ന്? ഒരു ജനറേറ്ററിൽ നിന്നാണ്. സോ ജനറേറ്ററിൽ നിന്ന് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ട്രാൻസ്മിഷൻ ലൈനിൽ കൂടെ അത് പാസ് ചെയ്യുന്നു. അറ്റ് ദി റിയർ എൻഡ് യു ഹാവ് യുവർ മോട്ടർ ഓവർ. സോ അപ്പോൾ ഈ 3 കാറ്റഗറീസിൽ നമുക്ക് 3-phase സിസ്റ്റംസ് യൂസ് ചെയ്യുമ്പോഴാണ് ബെനിഫിറ്റ് കിട്ടുന്നത്. ഫസ്റ്റ് വൺ ഇസ് we are talking about these two belongs to generator, these two belongs to motor, this is belongs to transmission line, right? So 3-phase generator ന്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 3 സിംഗിൾ ഫേസ് ജനറേറ്റർ യൂസ് ചെയ്യുന്നതിലും കൂടുതൽ ഔട്ട്പുട്ട് ഒരു 3-phase ജനറേറ്റർ യൂസ് ചെയ്താൽ നമുക്ക് കിട്ടും. സെക്കൻഡ് അഡ്വാൻറ്റേജ് ഇസ് അഗെയിൻ 3-phase ജനറേറ്ററിൽ നമുക്ക് പാരലൽ കണക്ഷൻ, അതായത് ഓരോന്ന് ആഡ് ചെയ്യാൻ. സപ്പോസ് വി ആർ ഹാവിങ് എ ഗ്രിഡ് ലൈക്ക് ദിസ്. ആ ഗ്രിഡിൽ ഫസ്റ്റ് ജനറേറ്റർ G1 കണക്ട് ചെയ്യുക, ദെൻ ടു അനദർ ഗ്രിഡ് G2, സെയിം ഗ്രിഡ് G2, ലൈക്ക് വൈസ് പാരലൽ കണക്ഷൻ പോസിബിൾ ആണ്. നല്ല ഓപ്പറേറ്റിംഗ് ഫീച്ചറാണ് 3-phase ജനറേറ്റർ തരുന്നത്, വിച്ച് വി ഓൾസോ നോൺ ആസ് ഓൾട്ടർനേറ്റർ. ദെൻ കംസ് ടു മോട്ടർ. സോ വാട്ട് ഇസ് ദ അഡ്വാൻറ്റേജ് ഓഫ് 3-phase മോട്ടർ? ഇറ്റ് വിൽ പ്രൊവൈഡ് യൂണിഫോം ടോർക്ക്. അതായത് ജേർക്കിംഗ് ഒന്നുമില്ലാതെ നമുക്കൊരു യൂണിഫോം ലെവലിൽ നമുക്കൊരു ഔട്ട്പുട്ട് ടോർക്ക് കിട്ടും. ബട്ട് ഇൻ സിംഗിൾ ഫേസ് മോട്ടർ ഇറ്റ് വിൽ ബി more or less like pulsating in nature. So it's more or less pulsating in nature. Next is polyphase induction motor. Another advantage എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എടുക്കുകയാണെങ്കിൽ സ്റ്റഡി ദാറ്റ് വി നീഡ്, നമ്മുടെ ഫാനിൻ്റെ ഒക്കെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ കപ്പാസിറ്റർ വർക്ക് ആണെങ്കിൽ മാത്രമാണ് അത് ഓൺ ആകത്തുള്ളൂ. ലൈക്ക് വൈസ് അതിന് സെൽഫായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. സോ വി നീഡ് ടു പുട്ട് സം അതർ ഓക്സിലറി ഡിവൈസസ് ടു മേക്ക് ഇറ്റ് സെൽഫ് സ്റ്റാർട്ടിങ്. But on the contrary, induction motor are more or less like self-starting machines. Clear? Now 3-phase transmission line, if you take 3-phase transmission line, we need 3 conductors, say R, Y and B. But if you take a single phase
transmission line with 3 separate units. It will be having a sending and receiving and like that. So too much of conductor requirement is there, and that can be reduced by 3-phase transmission line. Again, if we go for star connection or delta connection, we will deal later. കുറച്ചും കൂടെ conductor material relevance കുറച്ചെടുക്കാൻ പറ്റും. These are the advantages. So by studying advantages, we will see how it works. See, this is an example. This is an example figure of our three-phase generation system. So, as I've said earlier, we have a magnetic system, field system. Field, or I would say magnet. So, in magnet in the influence, there is a magnetic field over here flying from this point to this point, north to south. North south, likewise magnetic field ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ കോയിൽസ് പ്ലേസ് ചെയ്യാം. അപ്പം നിലവിൽ കോയിൽസ് വെച്ചിരിക്കുന്നത് they are all placed in angle difference of 120 degree exactly. സോ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം റെഫറൻസ്, നോർമലി R is kept as reference. സോ ഈ R വെച്ച് നോക്കുമ്പോൾ ഈ യെല്ലോ എന്ന് പറയുന്നത് ഒരു 120 ഡിഗ്രിയിലാണ് ഇരിക്കുന്നത്. നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് RYB, റൈറ്റ്? സോ വിത്ത് റെസ്പെക്ട് ടു R, യെല്ലോ കോയിൽ ഈസ് അറ്റ് an angle exactly 120 ഡിഗ്രി, റൈറ്റ്? ഇനി അടുത്ത കോയിൽ എടുക്കുകയാണ്, റൈറ്റ്? ബ്ലൂ എന്ന് പറയുന്ന കോയിൽ എടുക്കുകയാണ്. വിത്ത് റെസ്പെക്ട് ടു R, ബ്ലൂ ഈസ് അറ്റ് an angle, see this much angle is there, so it is an angle double that, 240 degree displacement is there, electrical displacement. So this is how you represent it, റൈറ്റ്? സോ ഈ ഒരു കോയിൽ ഇങ്ങനെ നമ്മളിവിടെ ഒരു കെട്ടിയൊക്കെ വെച്ചിട്ടൊരു കോയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുകയാണ്, നല്ല സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ജനറേറ്റ് EMF അറ്റ് ദീസ് എൻഡ്സ്, അല്ലേ? നമുക്ക് ഈ എൻഡുകൾ വയർ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വോൾട്ടേജ് കാണാൻ പറ്റും. അപ്പോൾ 3 കോയിലും ഓവർ ഹിയർ ഓൾസോ യു ക്യാൻ സീ വോൾട്ടേജ്, ഓവർ ഹിയർ ഓൾസോ യു ക്യാൻ സീ വോൾട്ടേജ്. So over the 3 coils we will be able to see voltages, right? And our reference is what? R phase is our reference. So we will write the equation. Normally ഒരു സിംഗിൾ കോയിൽ ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? VR will be equal to VM sin omega t. This is for R phase. Now Y phase എങ്ങനെയാണ്? നമ്മുടെ മെയിൻ കോയിലായിട്ട് 120 ഡിഗ്രി ലാഗിങ് ആയിട്ട് പുറകെയാണ് വരുന്നത്, പിന്നെയാണ് വരുന്നത്, അല്ലേ? സോ ഇറ്റ് ഇസ് -120 degree. Again for the B phase, see how do I connected B phase? Again by a 120 degree, so a total of 240 degree with respect to R, അല്ലേ? അപ്പോൾ അതുകൊണ്ട് -240 degree. Very important equation, you should understand what is this, right? So how do we able to draw the phasor diagram, right? Phasor diagram will be drawn like this. So this is my R. I am first drawing my R phase, right? R phase is my reference. നമ്മൾ പഠിച്ചു ഒരു ഫുൾ സിനുസോഡൽ വേവ് ഫോം ഒരൊറ്റ ഫേസർ, ഒരു സിംഗിൾ വിഡ്ത്ത് ഉള്ളൊരു ഫേസർ വിത്ത് നാരോ ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, റൈറ്റ്? സോ ദാറ്റ് ഈസ് വൺ റെപ്രസെൻറ്റേഷൻ ഓഫ് മൈ R phase. Then my yellow phase, how do I connect my yellow phase at an angle? Clear ആവുന്നില്ലെന്ന് തോന്നുന്നു. This is my yellow. I am connecting it at an angle 120 degree with respect to my red phase. Now go on to blue, right? So with respect to, this is my blue, so with respect to this should be 120 degree. With respect to this, the blue should be at an angle of 240 degree. ഇതാണ് phasor representation. This is known as phasor representation of a 3-phase AC system. Very important. With this knowledge only you will be able to proceed further, right? So we'll see what I have explained now. See, this is my coil, right? 3 coils are there, right? So since R is my reference, my R waveform is this red waveform. It's clearly seen over here. With respect to this red waveform, നോക്കിക്കേ, ഒരു 120 ഡിഗ്രിക്ക് ശേഷമാണ് നമ്മുടെ യെല്ലോ വേവ്ഫോം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു this much is 180 degree, no? So after that by around 240 degree only we will be able to get a blue phase. See, this is how the waveform. This is known as waveform representation. Waveform representation of what 3-phase system. Again അതേപോലെ തന്നെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് വിച്ച് ഇസ് നോൺ ആസ് ഫേസർ റെപ്രസെൻറ്റേഷൻ. ഫേസർ നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ കണ്ടു. വാട്ട് ഇസ് ഫേസർ റെപ്രസെൻറ്റേഷൻ? ഒന്നുകൂടെ ക്ലിയർ ആയിട്ട്, ദിസ് ഇസ് റെഡ്, ദിസ് ഇസ് വൈ ആൻഡ് ദിസ് ഇസ് ബി. ഓൾ ആർ ഫേസ് ഡിഫറൻസ് ബൈ ആൻ ആംഗിൾ 120 degree. വിത്ത് റെസ്പെക്ട് ടു ആർ വൈ 120 degree, വിത്ത് റെസ്പെക്ട് ടു ആർ ബി is again 120 degree.